الذي جعل الدنيا ميدانا للعمل وكره لنا التواني والكسل، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉന്മേഷത്തോടുകൂടി അലസതയും മടിയും പിടികൂടാതെ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള മതമാണ് ദീനുൽ ഇസ്ലാം. മഹാന്മാരായ പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ കാര്യമാണത്. യാ അയ്യുഹർ റസൂൽ, ഹേ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാതി, വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുവീൻ. വഅമലൂ സാലിഹ, സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. ഇന്നി ബിമാ തഅമലൂന അലീം, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ് ഞാൻ എന്ന് വളരെ ഗൗരവത്തോടുകൂടി ലോകത്തിൻ്റെ മാതൃകയാകുന്ന മഹാരഥന്മാരായ പ്രവാചകന്മാരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരമാണ് ആഹ്വാനം ചെയ്തത്. എന്തായിരുന്നാലും തൻ്റെ ജീവിതത്തിൽ വിധിച്ചതേ ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രവർത്തിക്കോ ജോലിക്കോ മുന്നിട്ടിറങ്ങാതെ ചടഞ്ഞുകൂടിയിരിക്കുന്ന പ്രവർത്തനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിക്കുകയാണ് ചെയ്തത്. യഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കുവീൻ, നിങ്ങൾ അധ്വാനിക്കുവീൻ. വലാ തത്തക്കിലൂ, വിധിയെ പഴിച്ചുകൊണ്ട് നിങ്ങൾ വരുന്നത് പോലെ വരും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ സമീപിക്കരുത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മദീന മസ്ജിദിലെത്തിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ വെറുതെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് പള്ളിയിൽ. ചോദിച്ചു അവരോട്, ആരാണ് നിങ്ങൾ, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും റബ്ബ് വിധിച്ചതല്ലേ എല്ലാം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആ കൂട്ടത്തെ കണ്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിലുള്ള ചാട്ടവാറ് കൊണ്ട് അടിച്ചോടിച്ചുകൊണ്ട് പറഞ്ഞു, ലാ യഖൂദു അഹദുക്കും മൻ തലബിർ റിസ്ഖി, അല്ലാഹു തആല തേടുവാനും അന്വേഷിക്കുവാനും ഇറങ്ങി പുറപ്പെടുവാനും പറഞ്ഞിട്ടുള്ള അന്നം തേടിയുള്ള അധ്വാനത്തിനും പ്രവർത്തനത്തിനും പുറത്തിറങ്ങാതെ നിങ്ങൾ ചടഞ്ഞുകൂടിയിരിക്കുന്നു കൊണ്ട് അല്ലാഹുമ്മ റുസുഖ്നി, അല്ലാഹുവേ നീ എനിക്ക് റിസ്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടുകയാണോ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, വഖദ് അലിമ അന്നസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, ആകാശം ഒരിക്കലും സ്വർണവും വെള്ളിയുമൊന്നും താഴത്തേക്ക് വർഷിക്കുകയില്ല. അതിന് മനുഷ്യൻ പണിയെടുക്കണം, അധ്വാനിക്കണം എന്നാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരെ ഗുണദോഷിച്ചത്. ഇത്തരത്തിലുള്ള അലസന്മാരെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്കിന്ന് കാണുവാൻ സാധിക്കും. ഇത്തരം അലസതകളിൽ നിന്നും ആ രൂപത്തിലുള്ള നല്ല ഒരു കാര്യവും പ്രവർത്തിക്കാതെ ജീവിതത്തിൽ നിന്ന് പല മേഖലകളിൽ നിന്നും ഒളിച്ചോടുന്ന ആളുകളെ അവരുമായുള്ള കൂട്ടുകെട്ട് പോലും വർജിക്കണമെന്നുള്ളതാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. ലാ തസ്ഹബിൽ കസ്ലാന ഫീ ഹാലാതിഹി, മടി പിടിച്ചിരിക്കുന്ന അലസന്മാരുടെ കൂടെ നീ കൂടരുത്.
കം സാലിഹിൻ ബിഫസാദി ആഖറ യഫ്സുദു. എത്രയെത്ര നല്ല ഉന്മേഷമുള്ള ആളുകളെയാണ് ഇത്തരത്തിലുള്ള മടിയന്മാരുമായുള്ള കൂട്ടുകൂടൽ അവരെ അലസരാക്കി മാറ്റിയത് എന്ന് ഒരു കവി വളരെ അർത്ഥവത്തായ നിലയിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തികളെയും സമൂഹങ്ങളെയും ഒക്കെ നശിപ്പിച്ച് കളയുന്ന മാരകമായ രോഗമാണ് അലസതയും മടിയും എന്ന് പറയുന്ന മഹാവിപത്ത്. അൽ കസലു വദ്ദാഉൽ ഖിതാൽ, മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ് മടി എന്ന് ഉലമാക്കളുടെ വർത്തമാനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അൽ കസലു മറദുൽ ഉദാൽ, മടി മാരകമായ രോഗമാണ് എന്നിങ്ങനെയുള്ള ധാരാളം പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉലമാ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നമ്മൾ ചൊല്ലാനുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ എന്ന ദുആ പഠിപ്പിച്ചു തന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, മനക്ലേശത്തിൽ നിന്ന്, അതുപോലെ തന്നെ മനസ്സിന്റെ സംഘർഷാവസ്ഥയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു വമിനൽ അജ്സി വൽ കസൽ, അശക്തിയിൽ നിന്നും അതുപോലെ തന്നെ അലസതയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ അവിടുന്ന് നിർവഹിച്ച മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബി അഊദു ബിക മിനൽ കസൽ, അല്ലാഹുവേ രക്ഷിതാവേ മടിയിൽ നിന്ന് അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വസൂയിൽ കിബരി, വാർദ്ധക്യത്തിന്റെ അവശതകളിൽ നിന്നും. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിത്യജീവിതത്തിൽ പഠിപ്പിക്കുവാൻ തന്നിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, അജ്സും കസലും രണ്ടും രണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ രണ്ടും ഒരുമിച്ച് ചേർത്തുകൊണ്ടാ പറഞ്ഞത്. ഒന്ന് അജ്സാണ് പറഞ്ഞത്, മറ്റൊന്ന് കസലാണ് പറഞ്ഞത്. രണ്ടും വേറെയാണ്. അജ്സ് എന്ന് പറഞ്ഞാൽ അത് ശക്തിയില്ലായ്മയാണ്. കസല് എന്ന് പറഞ്ഞാലോ അത് അലസതയാണ്. ചെയ്യാനുള്ള കെൽപ്പുണ്ട്, ശക്തിയുണ്ട്, പക്ഷേ ചെയ്യാൻ താല്പര്യമില്ല. ഇത് രണ്ടും രണ്ടാണെന്ന് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിലെ ഒരുപാട് സൽക്കർമ്മങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത്, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ഇന്ന് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട എത്രയോ കാര്യങ്ങളെ ഇന്ന് മനുഷ്യർ ഒഴിവാക്കുന്നത് അവർക്ക് കഴിയാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല, അവരുടെ അലസതയൊന്നുകൊണ്ട് മാത്രമാണ്. നിർബന്ധമായ നിസ്കാരം പോലും പലരും ഒഴിവാക്കുന്നു. സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യം പറയുകയും വേണ്ട. ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായിക്കൊണ്ട് എത്രയെത്ര സുന്നത്ത് നിസ്കാരങ്ങളാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ അത് കണിശമായി കൊണ്ട് നടക്കുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും പിറകെയുമായി കൊണ്ട് 12 റക്അത്ത് നമസ്കാരം ഡെയിലി നിലനിർത്തി പോരുന്ന ഒരു മനുഷ്യന് സ്വർഗം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിരിക്കുകയാണെന്ന് എത്ര പേരതിൽ ശ്രദ്ധിക്കുന്നുണ്ട്? അത് കഴിയാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. മടി എന്ന അസുഖം കൊണ്ടാണ് നമ്മളാരും അത് ചെയ്യാത്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദിക്റടക്കമുള്ള ധാരാളക്കണക്കിന് ദിക്റുകളും ദുആകളും പ്രഭാതത്തിൽ നമുക്ക് ചൊല്ലാനില്ലേ? വൈകുന്നേരം ചൊല്ലാനുള്ള ദിക്റുകളില്ലേ? ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ചൊല്ലാനുള്ള ദിക്റുകളില്ലേ? ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ചൊല്ലുവാനുള്ള എത്രയോ ദിക്റുകളും ദുആകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ട് നമ്മിൽ എത്ര പേരത് ചെയ്യുന്നു? എന്താണ് ചെയ്യാത്തത്? കഴിയാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല, മറിച്ച് മടിയാണ്, അലസതയാണ്. അതേപോലെ തന്നെ വിത്ർ നമസ്കാരം, രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരം, എന്തിനേറെ കിടക്കാൻ നേരത്ത് ഉളുവെടുത്തുകൊണ്ട് കിടക്കാൻ പറഞ്ഞു. ആർക്കാണൊരു ഉളുവെടുക്കാൻ കഴിയാത്തത്? ഒരു കാലത്ത് തണുപ്പുള്ള കാലമായിരുന്നു. ആ തണുപ്പുള്ള കാലഘട്ടത്തിൽ, മരം കോച്ചുന്ന തണുപ്പെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പോലും സത്യവിശ്വാസികൾ കിടക്കാൻ നേരത്ത് ഉളുവെടുക്കാൻ മടി കാണിച്ചിരുന്നില്ല. ഇന്ന് നമ്മുടെയൊക്കെ ഫ്ലാറ്റുകളിലും വീടുകളിലുമൊക്കെ ചുടുവെള്ളം കിട്ടുവാനുള്ള സംവിധാനങ്ങൾ പോലും ഓപ്പണായി കിടന്നിട്ടും രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഉളുവെടുത്ത് കിടക്കാൻ പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉളുവെടുക്കാതെ കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാണ്? കഴിയായ്മ കൊണ്ടാണോ? ഒരിക്കലുമല്ല. അലസത എന്ന രോഗമാണ് നമ്മളെ പിടികൂടിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹ്വാനം ചെയ്തിട്ട്
നമ്മളിൽ പലർക്കും അതിന് സമയമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കഴിവില്ലായ്മ കൊണ്ടാണോ? ഒരിക്കലുമല്ല, അലസതയൊന്നുകൊണ്ട് മാത്രമാണ്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകൽ സർവവിശ്വാസികളുടെയും കടമയാണെന്നിരിക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ്? കഴിവില്ലായ്മയാണ് കുറ്റം പറയുന്നതെങ്കിലും അതല്ല പ്രശ്നം, അലസതയാണ് പലരുടെയും പ്രശ്നം. അറിവ് തേടി പോകുവാനും വിജ്ഞാനം നേടുവാനും ഖുർആൻ പഠിക്കുവാനും ഹദീസ് പഠിക്കുവാനുമുള്ള നിരവധി അനവധി സംവിധാനങ്ങൾ നമുക്ക് മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ട് കിടന്നിട്ട് പോലും എന്തുകൊണ്ടവയിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതിരിക്കുന്നു പലരും? കഴിവില്ലായ്മ കൊണ്ടാണോ? സമയമില്ലായ്മ കൊണ്ടാണോ? ഒരിക്കലുമല്ല. അതൊക്കെ ദുർന്യായങ്ങൾ മാത്രമാണ്. അലസത എന്ന രോഗം മാത്രമാണ് നമ്മെ പിടികൂടുന്നത്. ഇങ്ങനെ എത്രയെത്ര നന്മകൾ, എത്രയെത്ര നല്ല കാര്യങ്ങൾ, എത്രയെത്ര സൽപ്രവർത്തനങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സംബന്ധിച്ചത് കൊല്ലുന്ന രോഗമാണ്, മാരകമായ രോഗമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്, അതിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ മഹാരഥന്മാരായ പ്രവാചകന്മാർ ഒരു നന്മ കിട്ടാൻ, ഒരു നന്മ ചെയ്യുവാനുള്ള അവസരം ഒത്തുവന്നാൽ ഒരിക്കലും അവർ അലസത കൊണ്ട് പിറകോട്ട് മാറ്റിവെക്കുന്നവരായിരുന്നില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബ. തീർച്ചയായും അവർ സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവരായിരുന്നു. നമ്മളോടവർ ആത്മാർത്ഥമായി ഭയത്തോടെയും പ്രതീക്ഷയോടെയും പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു എന്നാണ് മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വിശ്വാസികളോടുള്ള ആഹ്വാനവും അത് തന്നെയാണ്. സാബിഖൂ, നിങ്ങൾ മത്സരിച്ച് മുന്നേറുവീൻ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, യജമാനനായ നിങ്ങളുടെ രക്ഷിതാവ് ഒരുക്കി വെച്ചിട്ടുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗം കിട്ടാനുള്ള പ്രവർത്തനങ്ങളിലേക്കും. ഏതാണ് ആ സ്വർഗം? അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. അത് കിട്ടാൻ മടി ബാധിച്ചവന് കഴിയില്ല. ഒരു നന്മയും മടി പിടിച്ചിരിക്കുന്നവന് ചെയ്യാനാവില്ല. സ്വർഗം എന്ന് പറയുന്നത് കേവല വ്യാമോഹം കണ്ട് കിട്ടുന്ന അനുഗ്രഹമല്ല, അത് അലസന്മാർക്ക് കിട്ടുന്നതല്ല. ഉറങ്ങിക്കഴിച്ചു കൂട്ടുന്നവർക്ക്, എപ്പോഴും ഇങ്ങനെ വിശ്രമമെടുക്കുന്നവർക്ക് ലഭിക്കുന്നതല്ല സ്വർഗം. മറിച്ച് സൽക്കർമ്മങ്ങളിൽ മുഴുകിയതുകൊണ്ടുള്ള ക്ഷീണവും പ്രയാസവും സഹിക്കുന്നവർക്കേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രയാസങ്ങൾ കൊണ്ടാണ്. പ്രയാസം സഹിക്കുന്നവർക്കേ സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. നരകമാവട്ടെ വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് മനുഷ്യന്റെ മോഹങ്ങൾക്കും ദേഹേച്ഛകളും കൊണ്ടുമാണ്. തോന്നിവാസങ്ങളും ദേഹേച്ഛകളും ചെയ്താൽ പെട്ടെന്ന് നരകത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് വിശ്വാസികളെ, പ്രവർത്തന രംഗത്ത് ഉന്മേഷത്തോടുകൂടി സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്ന, കടമകൾ ചെയ്തു തീർക്കുന്ന, ഇബാദത്തുകളിൽ ഉത്സാഹം കാണിക്കുന്ന പ്രവണതയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും പോരായ്മകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അലസതയും മടിയും പിടിച്ചിരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ദുന്യവിയും മുഖറവിയുമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഗൗരവാവസ്ഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ അലസത എന്ന് പറയുന്ന മാരക രോഗത്തിൻ്റെ ആളുകൾ മുനാഫിഖുകളാണ്, കപടന്മാരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വഇന്ന മിൻകും ലമൻ ലയബത്തിഅന്ന. ഖുർആനിൽ കാണാം, നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്
നല്ല കാര്യങ്ങൾക്ക് പുറപ്പെടാൻ പറഞ്ഞാൽ അവർ മടി പിടിച്ച് പിന്നോട്ട് മാറുന്നു. നോക്കൂ നിങ്ങൾ ആ പ്രയോഗം, വഇന്ന മിൻകും, തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ലമല്ല യുബത്തിഅന്ന, നന്മകളിലേക്ക് പുറപ്പെടാനുള്ള ആഹ്വാനം കേട്ടാൽ മടി പിടിച്ച് പിറകോട്ട് മാറുന്നവരുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് യുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ടായപ്പോൾ, ആ യാത്രക്കുള്ള ആഹ്വാനമുണ്ടായപ്പോൾ ചില മുനാഫിക്കുകൾ പിന്തി മാറി നിന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, വഇദാ ഖാമൂ ഇലസ്സലാഹ് ഖാമൂ കുസാലാ യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. അവർ നമസ്കാരത്തിന് വേണ്ടി വന്നാൽ തന്നെ അവർ മടിയന്മാരായിക്കൊണ്ടാണ് നിസ്കാരത്തിന് വരിക. വലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാലാ എന്ന മറ്റൊരായത്തിലും പറയുന്നുണ്ട്. മടിയന്മാരായിക്കൊണ്ട്, അലസന്മാരായിക്കൊണ്ട്, അങ്ങനെ ഒരു താല്പര്യപൂർവം അവർ ഇബാദത്തിന് വരികയില്ല. അവർ മടിയന്മാരായിക്കൊണ്ടേ വരികയുള്ളൂ. അങ്ങനെ നിസ്കരിക്കുമ്പോഴോ യുറാഊനന്നാസ, പലപ്പോഴും ആളുകളെ കാണിക്കാനാ അവരുടെ വരവ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ കുറഞ്ഞു മാത്രമേ അവരുടെ നിസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ ഓർക്കുകയുള്ളൂ. നിസ്കരിച്ചു എന്ന് വരുത്തി തീർക്കുകയുള്ളൂ മുനാഫിക്ക്. അവന്റെ റുക്കൂൾ സുജൂദുകളൊന്നും വേണ്ട വിധത്തിലാവില്ല, കണിശമായ രൂപത്തിലാവില്ല. എങ്ങനെയൊക്കെയോ അവൻ പെട്ടെന്ന് കഴിച്ചു കൂട്ടുന്ന നിസ്കാരക്കാരനായിരിക്കും മുനാഫിഖെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, വെറുപ്പോടുകൂടിയല്ലാതെ വല്ലിടത്തേക്കും അവർ ചെലവഴിക്കുക പോലുമില്ല. മനസ്സറിഞ്ഞ നയാ പൈസ അവർ സ്വതക്ക കൊടുക്കില്ല. വല്ലപ്പോഴും കൊടുക്കേണ്ടി വന്നാൽ പോലും മനസ്സിനെ ശപിച്ച് വെറുത്തുകൊണ്ടേ അവർ സദക്ക പോലും ചെയ്യുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് വ്യക്തമായി പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആനിൽ അക്കാലഘട്ടത്തിലെ ജനതയുടെ ഈ ദുർഗുണത്തെ എന്തിനാണ് പരാമർശിച്ചത്? ഇത് വായിക്കുന്ന വിശ്വാസികൾ പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടി ഞാൻ ആ ഗണത്തിലുണ്ടോ? എൻ്റെ മനസ്സ് അങ്ങനെയാണോ? എൻ്റെ നിസ്കാരം അപ്രകാരമാണോ? എൻ്റെ ജീവിതം അങ്ങനെയാണോ എന്നവൻ കണിശമായി ആലോചിക്കുവാൻ വേണ്ടിയാണ് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നല്ല ഉന്മേഷത്തോടുകൂടി ജീവിതത്തിൻ്റെ ഒരു തുടക്കമായ ഒരു ദിവസത്തെ പ്രഭാതത്തിലെ നിസ്കാരത്തിന് വേണ്ടി ഉന്മേഷത്തോടുകൂടി എഴുന്നേൽക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് അസ്ബഹ നശീതാ തയ്യിബൻ നഫ്സി, അവൻ നല്ല ഉന്മേഷവാനായി നല്ല ഉഷാറോടുകൂടെ ആയിരിക്കും അവൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിസ്കാരത്തിന് പോകുന്നതും. അവന്റെ ജീവിതം മുഴുവനും അന്ന് ഉന്മേഷപ്രദമായിരിക്കും. അതേ അവസരത്തിൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവൻ, നിസ്കാരത്തിന്റെ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവൻ, ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാത്തവൻ, അവൻ എപ്രകാരമായിരിക്കും? അസ്ബഹ, അവനായിത്തീരും ഖബീസൻ നഫ്സി കസ്ലാൻ, അവന്റെ മനസ്സ് വളരെ മ്ലേച്ഛമായിരിക്കും, മ്ലേച്ഛതകൾ നിലകൊള്ളുന്ന മനസ്സായിരിക്കും. കസ്ലാൻ, അവൻ മടിയനായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയത്. ഈ രണ്ട് വിഭാഗത്തിൽ ആരിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളതെന്ന് ഓരോരുത്തരും അവരവരോട് ചോദിച്ചു മനസ്സിലാക്കുക. നബി തങ്ങളുടെ പ്രഖ്യാപനം എന്താണ്? യഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെയും നീ താല്പര്യപൂർവം അത്യാഗ്രഹപൂർവം നീ പ്രവർത്തിക്കണം. വസ്തഈൻ ബില്ലാഹ്, അവയുടെയൊക്കെ വിജയത്തിന് വേണ്ടി നീ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കണം. വലാ തഅജസ്, എനിക്കൊന്നിനും കഴിയില്ല, എനിക്കൊന്നിനും പറ്റില്ല എന്നുള്ള മടിപിടിച്ച് അലസ മനസ്ഥിതിയോടുകൂടെ നീ ചടഞ്ഞുകൂടരുത്. കാരണം മനുഷ്യന്റെ മനസ്സ്, മനുഷ്യൻ ചിന്തിക്കേണ്ടത് അവന്റെ ആയുസ്, മനുഷ്യരുടെ സമയം എന്നുള്ളത് വിലമതിക്കാനാവാത്ത അനർഘമായ സമ്പത്താണത്. അത് പോയതൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല. സംശയിച്ച് നിൽക്കുന്നവർക്കത് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ആയുഷ്കാലം നന്മകളിൽ സദാ വ്യാപൃതരായിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുർഗുണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.